എന്താ പറയുക, ഞങ്ങളെ ഒരുമിച്ച് പോവേണ്ടതാണ്. പക്ഷേ എന്തോ നിർഭാഗ്യവശാൽ ഞങ്ങൾ പോയില്ല. ഞങ്ങൾ മിഞ്ഞാന്ന് വരെ പിന്നെ അതിനെപ്പറ്റി പറഞ്ഞിട്ടുള്ളൂ. പിന്നെ മിഞ്ഞാന്നാണ് പിന്നെ ഒരു വേറെ ഗ്രൂപ്പ് പോണവർ മാത്രം ഒന്നിച്ചൊരു ഗ്രൂപ്പ് ഉണ്ടാക്കാം. പിന്നെ സ്റ്റാഫ് ഗ്രൂപ്പിൽ അങ്ങനെ 3:50 ഫോട്ടോ വിട്ടിക്കണം. ഒരവിടെ എത്തിയ ഫോട്ടോ അവിടുന്ന് വെള്ളച്ചാട്ടത്തിൻ്റെ അവിടെ നിന്നൊക്കെ ഫോട്ടോ എടുക്കണത്. യാത്ര എല്ലാവരും കൂടി പോകാനുള്ള പ്ലാനിങ് ആയിരുന്നു. എല്ലാവരും ഒന്നിച്ച് പോണ യാത്ര തന്നെയാണ്. അപ്പോൾ ഞങ്ങൾ പോയില്ല. ഒരു ടീച്ചർ ഹജ്ജിന് പോകുന്നുണ്ട്. അപ്പോൾ ആ ടീച്ചർ പോകണില്ലായിരുന്നു. പിന്നെ ഈ ടീച്ചർക്ക് സുഖമില്ലാന്നപ്പോൾ ഞാനും ഞങ്ങൾ രണ്ടാളും KG ടീച്ചേഴ്സാണ്. അപ്പോൾ ഈ ടീച്ചർ ഇല്ലയെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ പറഞ്ഞാൽ ഞാനും ഇല്ലയെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു എന്താ അറിയില്ല, അങ്ങക്ക് പോകാൻ തോന്നിയില്ല. ഒരു ടീച്ചർ കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. എന്താണ് പറയാനുള്ളത്? ഈ ആശ ടീച്ചറുമൊക്കെ ബന്ധപ്പെട്ട് നല്ല അടുപ്പമുണ്ടായിരുന്ന ആളുകളായിരുന്നു. നാട്ടിലാണെങ്കിൽ കുട്ടികളൊക്കെ ആയിട്ടും അടുത്ത ബന്ധം, വീട്ടുകാരൊക്കെ ആയിട്ടും ഒരേപോലെ ഒരുപോലെ കണ്ടിരുന്നത് എല്ലാവരും നല്ല ബന്ധമായിരുന്നു. ഒരുമിച്ച് യാത്ര ചെയ്യാൻ തീരുമാനിച്ചില്ലായിരുന്നു. ഈ യാത്ര ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഇതിന് മുന്നേ ഞങ്ങൾ പ്ലാൻ ചെയ്തായിരുന്നു ഇങ്ങനെ ഒരു യാത്ര പോകണമെന്ന്. പക്ഷെ ഇത് പെട്ടെന്ന് ഉണ്ടാക്കിയ യാത്ര ഇത് ഞങ്ങൾ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഇന്നലെ സ്റ്റാറ്റസ് കണ്ടപ്പോഴാണ് അറിഞ്ഞത്. എല്ലാവരും പോകണം തീരുമാനിച്ചിരുന്നു. PTM ടീച്ചേഴ്സും കൂടി പോകണം തീരുമാനിച്ചിരുന്നു. ഇപ്പോൾ സ്കൂൾ വാർഷികം കഴിഞ്ഞിട്ട് പറഞ്ഞിരുന്നു നമുക്ക് എല്ലാവർക്കും കൂടി ഒരു യാത്ര പോകണം. ആശ ടീച്ചർ യാത്ര ഇഷ്ടപ്പെടുന്ന ഒരു ആളാണ്. അപ്പോൾ പോകണമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഞങ്ങൾ അനുകൂലിച്ച് പോവാറിഞ്ഞിട്ട് വിഷു കഴിഞ്ഞിട്ട് പോവാന്ന് പറഞ്ഞിരുന്നു. ഇത് പെട്ടെന്ന് ഒരു സ്റ്റാഫ് മാത്രമായിട്ടൊന്ന് തീരുമാനിച്ചതാണ്. ഇത് ഞങ്ങൾ PTA അറിഞ്ഞിട്ടില്ല. നിങ്ങളും PTA-യിലുള്ള ആളാണ്? PTA-യിലുള്ള ആളാണ്. എല്ലാവരോടും പോകാൻ തീരുമാനിച്ചൊരു യാത്രയായിരുന്നു. തീരുമാനം എന്താ വെച്ചാൽ ഈ യാത്ര ഞങ്ങൾ അറിഞ്ഞിട്ടില്ല. മറ്റൊരു യാത്ര പ്ലാൻ ചെയ്തിരുന്നു. പ്ലാൻ ചെയ്തിരുന്നു. 4-ാം തീയതി പോവാന്ന് പറഞ്ഞ് പ്ലാൻ ചെയ്തിരുന്നു. നിങ്ങൾക്ക് PTA-യുടെ അംഗങ്ങളാണോ? എന്താണ് പറയാനുള്ളത് ആശ ടീച്ചറെ കുറിച്ചൊക്കെ? ആശ ടീച്ചർ ഞങ്ങൾക്ക് എല്ലാതുമാണ്. ആ സ്കൂളിൻ്റെ ടീച്ചർ മാത്രമല്ല, ഞങ്ങളൊക്കെ അതിൻ്റെ അടുത്ത് വീട്ടിൽ താമസിക്കുന്നവരാണ്. ഒരു കുടുംബം പോലെയാണ് ഞങ്ങൾ ടീച്ചർമാരും. ഞങ്ങൾ അത്ര അടുപ്പാണ്. എല്ലാ കാര്യത്തിനും ഞങ്ങൾ ഓടിച്ചെല്ലുന്നുണ്ട് സ്കൂളിലേക്ക്. ഈ മജീദ് മാഷാണെങ്കിൽ കാഴ്ച പരിമിതിയുള്ള ഒരാളായിരുന്നു. പക്ഷേ അതിൻ്റെയൊക്കെ അപ്പുറത്തായിരുന്നു അദ്ദേഹത്തിൻ്റെ പെരുമാറ്റം അല്ലേ? അതെ, കുട്ടികൾക്ക് നല്ല പ്രിയപ്പെട്ട ഒരാളായിരുന്നു. മാഷ് വന്ന് വണ്ടിയിൽ നിന്ന് ഇറങ്ങുമ്പോഴേക്ക് കുട്ടികൾ ഓടിച്ചെല്ലും. മാഷ് സ്കൂളിലേക്ക് കൈ പിടിച്ച് കൊണ്ടുവരാൻ. അതുപോലെ സ്റ്റെപ്പ് ഇറങ്ങി വരുമ്പോൾ കുട്ടികൾ ഓടിച്ചെല്ലും. ആരും പറഞ്ഞു കൊടുക്കേണ്ട കുട്ടികൾക്ക് അവരെന്നെ പോയി കൈ പിടിച്ച് കൊടുന്നൊക്കെ സ്റ്റാഫ് റൂമിൽ ഇരുത്തി കൊടുക്കും. ഈ കുട്ടികൾ അദ്ദേഹത്തിനെ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കാറുണ്ടെന്ന് പറയുന്നു. അതെ, ശരി തന്നെയാണ്. അത്രയും പ്രിയപ്പെട്ടൊരു മാഷ് തന്നെയായിരുന്നു. എല്ലാ ടീച്ചേഴ്സും അവർക്ക് ഒരുപോലെയാണ്. എല്ലാവരും കുറച്ച് കുട്ടികളേ ഉള്ളൂ. പക്ഷെ അവരെല്ലാവരും ഒരു മക്കളെ പോലെ തന്നെ എല്ലാവരും കണ്ടിരുന്നു.